എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഹലോ ഫ്രണ്ട്സ്, ചെങ്കിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ മുഖക്കുരുവൊക്കെ വന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, ഞാൻ ലാസ്റ്റ് അവസാനിപ്പിച്ചത് എൻ്റെ ഫ്രണ്ടിനെ വന്ന് മീറ്റ് ചെയ്യുന്നതാണ്. അത് കണ്ടവർക്കറിയാം, സ്ഥിരമായിട്ട് കാണുന്നവർക്ക്. ഇന്ന് ഞാൻ ആ ഫ്രണ്ടിൻ്റെ കൂടെ ഇവിടെ ഇരിക്കുകയാണ്. രാവിലെ എണീറ്റുള്ളൂ കേട്ടോ. ഞാൻ സ്റ്റേ ചെയ്യുന്നത് ഇവിടെ നമ്മുടെ സിറ്റി സെൻറ്ററിൻ്റെ അവിടെയാണ് കേട്ടോ. ഇവിടെ താഴെ സിറ്റി സെൻറ്ററാണ്. ഇവിടെ രാത്രി ഫുള്ള് സൗണ്ടും ശബ്ദങ്ങളും. Emma, hi. Hello. After a long time. Yes, after we met like one year ago. More than 1 year ago. More than 1 year. In May. In November. In April. April, exactly. Yes. Yeah. How's life? Very nice, very different. I'm not sharing so much, but it's nice here. How's life in the bicycle city? It's amazing. Now I don't travel by bicycle, but here you move only by bicycle, and there's traffic on the bicycle lane during the morning. But you don't use the car. The street is empty, and there are streets where bicycles have the priority. Many streets. Yeah. Full bicycle ആണ് കേട്ടോ. Yeah, it's really nice, you know. Yeah, really nice. Full bicycle ആണ് ഇവിടെ. Full അടിപൊളിയായിട്ട് നൈസ് കേട്ടോ. ഇവിടെ റൂം. I really like your room, you know. Yeah. It's not like my room. My room is messy. You already seen it. ഇവിടെ കണ്ടില്ല, നമ്മുടെ ഇന്ത്യയിലെ ട്രിപ്പൊക്കെയാണ് കേട്ടോ. ഇന്ത്യയിൽ സൈക്കിൾ ഓട്ടാൻ വേണ്ടി വന്നപ്പം there is Kerala. Yes. There is Kerala. There is Kerala. Kerala. No. Yes. 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 How do you recognize so easily? Because I'm from Kerala, I know where. You recognize the people? Yeah, of course. Okay. This is Tamil Nadu with the place. This is Kerala. Yeah. Kerala. Exactly. This is no Kerala. No, it can be Kerala as well. No, it's not Kerala. It's Tamil Nadu. Okay. Yeah, this is Tamil Nadu. This is Tamil Nadu. This is Tamil Nadu. Tamil Nadu. Yeah, it's easy to understand. This is also. This can be Kerala, yeah. Maybe. കൊള്ളാം കേട്ടോ. കുറേ അവള് സൈക്കിൾ ഓട്ടി കേട്ടോ. കൊൽക്കത്തയിൽ നിന്ന് കേരളത്തിലോട്ട് സൈക്കിൾ ഓട്ടി വന്നു. അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ വന്നായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ജേണിയുടെ ഇതാണ്. പിന്നെ വരട്ടെ, ബാക്കി നല്ല ഒരു രസമുള്ള ഒരു റൂം കേട്ടോ. ഇപ്പം എണീറ്റുള്ളൂ. നമ്മൾ രാവിലെ ഇറങ്ങിയിട്ട് അണ്ടർഗ്രൗണ്ടിൽ വന്ന് ബൈസൈക്കിൾ എടുക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ. രാവിലെ വളരെ ശാന്തസുന്ദരമായിട്ട് നമ്മുടെ സ്ട്രീറ്റ് കിടക്കുവാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ഡെൻമാർക്കിലെ പ്രധാന ഒരു സെൻട്രൽ ഭാഗങ്ങൾ. കുറച്ച് തണുപ്പുണ്ട് കേട്ടോ. വെള്ളം എനിക്ക് തോന്നുന്നു തണുപ്പായിരിക്കും തോന്നുന്നു. രാവിലെ മാത്രമാണ് കുറച്ച് ഈ ക്ലീനിങ്ങിൻ്റെയും ഇതിൻ്റെയൊക്കെ വണ്ടിയും സംഭവങ്ങളൊക്കെ കാണാൻ കഴിയുന്നത്. പിന്നെ ആളുകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഓഫീസിൽ പോകുന്നതും എല്ലാം വർക്കിന് പോകുന്നതും എല്ലാം ബൈസൈക്കിളിലായിരിക്കും. ഈ കാണുന്നതാണ് ഇവിടുത്തെ സിറ്റി സെൻറ്റർ സ്ക്വയർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇവിടെ സൈക്കിളിൻ്റെ ലൈനൊക്കെ ഉണ്ട് കേട്ടോ. സൈക്കിൾ ഓട്ടിക്കാനായിട്ടുള്ള സ്പെസിഫിക് ലൈന് പലയിടത്തും ഉണ്ട്. പിന്നെ പലയിടത്തും ഇല്ല. എല്ലായിടത്തും സൈക്കിൾ ഓട്ടി പോകാൻ തോന്നുന്നു. തണുപ്പുണ്ട്. ഇന്നലെ ഭയങ്കര ചൂടായിരുന്നു. ഇന്ന് കുറച്ച് ചൂടായിരിക്കും എന്നാണ് വിചാരിച്ചത്. നമ്മളിവിടുത്തെ കനാലിൽ പോയിട്ട് നീന്താൻ വേണ്ടി പോവാണ്. അയ്യോ, തണുപ്പ് കേട്ടോ. ഇത്രയും വിചാരിച്ചില്ല. തണുപ്പത്ത് വെള്ളത്തിലിറങ്ങാൻ നല്ല തണുക്കുമെന്ന്. ഇവിടെ ഒരു കുതിരയിലുള്ള ഒരു ദേവൻ്റെ ഇതൊക്കെ ഉണ്ട്. ഈ കാണുന്നതാണ്. ഇവിടെ കയാക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന സൈക്കിളിലാണ് കേട്ടോ അവള് കൊൽക്കത്ത ടു കേരള, റൈറ്റ്? കൊൽക്കത്ത ടു കേരള K2K ട്രാവൽ ചെയ്ത കേട്ടോ. അതിനെ ബോക്സിലാക്കിയിട്ട് ലാസ്റ്റ് സിറ്റി തിരുവനന്തപുരം, കൊച്ചി. Yes, actually from Kochi. കൊച്ചി ലാസ്റ്റ് എൻ്റെ വീട്ടിലൊക്കെ വന്ന് കുറച്ച് ദിവസം 2 ദിവസം നിന്നിട്ട് കൊച്ചിയിൽ നിന്ന് ഫ്ലൈ ചെയ്ത് പോയി. ബൈസൈക്കിളും കൊണ്ടുവന്ന് ഇറ്റലിയിലോട്ട് തിരിച്ചു വന്നു. രാവിലെ തന്നെ ഉപ്പാട് വരുന്നു. സൈക്കിളോട്ടി നേരത്തുകളിൽ സൈക്കിളിൻ്റെ എണ്ണം കൂടി തുടങ്ങിയിട്ടുണ്ട്. ഓഫീസ് ടൈം ആവാറായിട്ടേ ഉള്ളൂ.
ഇവിടെ കുറച്ച് കലാകാർ, ഇത് വീടില്ലാത്ത ഒരാളാണ് കേട്ടോ അതിൻ്റെ അടിയിൽ. ഇവിടെ കുറേ ആൾക്കാർ രാവിലെ തന്നെ ഇന്ന് എക്സസൈസ് ചെയ്യുക. ഇവിടെ നമ്മൾ കുളിക്കുന്ന സ്ഥലത്തോട്ട് വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഇവിടുത്തെ മെയിൻ കലാല്. അവിടെ നിന്ന് കുറേ പേര് കുളിച്ച് ഇറങ്ങിയെന്ന. ഇവിടെ നീന്താനായിട്ട് വന്നു. നല്ല തണുത്ത വെള്ളമാണല്ലോ. ഇവിടെ തുണിയില്ലാതെ കപ്പന്മാർ നീന്തുന്നുണ്ട്, ഒന്നുകൂടാതെ കേട്ടോ വെള്ളത്തിൻ്റെ അകത്ത് ഇറങ്ങിയിട്ട്. ഫൈനലി ഞാൻ വെള്ളത്തിൽ ചാടാൻ വേണ്ടി പോവാണ്. നല്ല തണുപ്പ് കേട്ടോ. How's it? A bit cold. You enjoy? Sun is missing, but it was very nice. ഞാൻ വിചാരിച്ചു ഒരു അപ്പൂപ്പൻ ഉടുപ്പും നിക്കറും ഒന്നും ഇടാതെ പോയി. ഞാൻ വിചാരിച്ചു അപ്പൂപ്പ കയറിയ എൻ്റെ യൂട്യൂബ് വീഡിയോ അവന്മാർ യൂട്യൂബ് ഡിലീറ്റ് ചെയ്യും കേട്ടോ. ഭയങ്കര പുള്ളി കയറിയില്ല. നമ്മൾ സൈക്കിൾ ലോക്ക് ചെയ്ത് വെച്ചത് ജസ്റ്റ് ഇതാ ഇവിടെ പോകാനായിട്ടാണ്. ഇവിടെ സ്റ്റിൽ സൈക്കിൾ ചിലപ്പോൾ റോബറി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആൾക്കാർ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്ന പരിപാടിയുണ്ട്. You never lost your cycle, right? Or your roommate? My roommate, yes. In front of the house. വീടിൻ്റെ ഫ്രണ്ടിൽ ചെറുന്ന സൈക്കിൾ റൂംമേറ്റിൻ്റെ ആരോ അടിച്ചുകൊണ്ട് പോയി. റൂംമേറ്റ് എന്ന് പറയുന്നത് അവരുടെ ഫ്ലാറ്റ്മേറ്റ് ആണ്. ആ അപ്പാർട്ട്മെൻറ്റിൽ 5 റൂമുണ്ട്. 5 റൂമിൽ 5 പേരുണ്ട്. അവളുടേത് ഒരു റൂം. അതാണ് ഞാൻ ഇന്ന് സ്റ്റേ ചെയ്തത്. നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട്. രാവിലെ ഇവിടെ കുറച്ച് മ്യൂസിലിയും യോഗട്ടൊക്കെ കഴിക്കാൻ വേണ്ടി പോവാണ്. ഇതാണ് കേട്ടോ ഇവിടുത്തെ 5 റൂമുകളായിട്ട് 1, 2 വേറെ റൂമുകളുണ്ട്. അവിടെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവൾ. നമ്മളിവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. കുറച്ച് യോഗട്ട്, തൈര്, അതിൽ കുറച്ച് മ്യൂസ്ലി, പിന്നെ എൻ്റെ കുറച്ച് നട്ട്സ് ഉണ്ട്. അതൊക്കെ ഇരുന്ന് ഇവിടെ നിന്ന് കഴിക്കുകയാണ്. കുറേ ദിവസത്തിന് ശേഷം സത്യത്തിൽ ഇന്നാണ് കേട്ടോ കുറച്ച് റെസ്റ്റ് കിട്ടിയത്. ഇന്ന് കുറച്ച് വർക്ക് ചെയ്തു. ഞാനിപ്പോൾ ഇന്ന് ഇറങ്ങുവാണ്. കാരണം ഞാനിവിടെ അവൾ ജോലിക്ക് പോയി. അവൾ പോയിട്ട് വൈകിട്ടേ വരുള്ളൂ. എനിക്ക് നോക്കിയപ്പം കുറേ പണിയുണ്ട് കേട്ടോ. ആ പണി തീർക്കണം. പിന്നെ ഒരു മലയാളി അച്ഛനുണ്ട്, അച്ഛൻ്റെ അടുത്തൊന്ന് പോകണം. അപ്പോൾ അച്ഛൻ എന്നെ ഇന്നലെ വിളിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു അച്ഛൻ്റെ അങ്ങോട്ട് പോയിട്ട്, കാരണം ഞാൻ വിചാരിച്ചു ഒരു 2 ദിവസം കഴിഞ്ഞ് പോകാമെന്ന് വിചാരിച്ചാൽ, പക്ഷേ എനിക്ക് ജർമ്മനിയിൽ പോകണം ഒരു പ്രോഗ്രാമിന് കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങുവാണ്. ഞാൻ അവളുടെ അടുത്ത് പെട്ടെന്ന് മെസ്സേജ് അയച്ചു. എമ്മേരെ അടുത്ത് പറഞ്ഞ് കീ ഇവിടെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് കീ ഇവിടെ. ഞാൻ രാവിലെ ഇറങ്ങിയതാണ്. പിന്നീട് നഗരക്കാഴ്ചകൾ കാണാനും നഗരക്കാഴ്ചകൾ കാണിക്കാനൊന്നും ഞാൻ ഇറങ്ങിയിട്ടില്ല. കണ്ടില്ലേ, സിറ്റി സെൻറ്ററിലാണ് കേട്ടോ ഞാൻ നിൽക്കുന്നത്. പക്ഷേ ഇന്ന് ഫുള്ള് നല്ല ജോലി ആയതുകൊണ്ട് ഞാൻ ഒരു സ്ഥലത്തോട്ടും അങ്ങനെ പോയില്ല. ഇനി നമ്മുടെ അച്ഛൻ വരുവാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ കറങ്ങാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതിൻ്റെതും എനിക്കൊരു ഐഡിയ ഇല്ല. അച്ഛൻ്റെ പേര് വട്ടപ്പറമ്പിൽ അച്ഛൻ എന്നാണ് കേട്ടോ. വട്ടപ്പറമ്പിൽ നിന്നാണ് അച്ഛൻ്റെ പേര്. അപ്പോൾ അച്ഛൻ യാക്കോബസ് സഭയുടെ ഒരു അച്ഛനാണ്. ഇവിടെ കുറേ വർഷമായിട്ടുള്ളതാണ്. അപ്പോൾ അച്ഛനെക്കുറിച്ച് കൂടുതൽ എനിക്കറിയില്ല. അപ്പോൾ അച്ഛനെ കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അച്ഛൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ. ഒരു നല്ല പീസായിട്ടുള്ള ഇത് വെയിലുണ്ട് കേട്ടോ. അത്യാവശ്യം വെയിലുണ്ട്. ഇന്ന് അത്യാവശ്യം നല്ല സണ്ണി ഡേ ആണ്. രാവിലെ നമ്മൾ കുളിക്കാൻ വേണ്ടി പോയപ്പം അധികം തണുപ്പൊന്നും ഇല്ലായിരുന്നു. ഇവിടെ ഇപ്പോൾ എല്ലാവരും ഐസ്ക്രീമൊക്കെ കുടിച്ച് നടക്കുവാണ്. സൈക്കിള് അടുക്കി വെച്ചിരിക്കുന്ന പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങോട്ട് റോഡൊന്നും അവിടം വരെ അതിലേക്കൂടെ കാറ് പോകുള്ളൂ കേട്ടോ. ഇതിലേക്കൂടെ കാറ് പോകുമല്ലോ. കോപ്പൻഹാഗൻ അടിപൊളി. ഞാനങ്ങനെ അച്ഛനെ കണ്ടുപിടിച്ചു. നമസ്കാരം. അച്ഛൻ്റെ പേര്? എൻ്റെ പേര് എൽദോസ് വട്ടപ്പറമ്പിൽ എന്നാണ്. എൽദോസ് വട്ടപ്പറമ്പിൽ. അച്ഛൻ ഇവിടെ കുറെ വർഷമായോ? ഞാനിവിടെ ഒരു 10-15 വർഷത്തോളം. 15 വർഷം. അച്ഛൻ എന്താണ് ചെയ്യുന്നത്? എന്താണ് അച്ഛൻ തന്നെ പറഞ്ഞോളൂ. ഞാൻ യാക്കോബായ സഭയിലെ ഒരു അച്ഛനാണ്. എനിക്കിവിടെ ഡെൻമാർക്ക്, നോർവേ, സ്വീഡൻ, UK പള്ളിയുടെ ചുമതലകളുണ്ട്. അപ്പോൾ പൊതുവിൽ വീക്കെൻഡുകളിൽ വെള്ളിയാഴ്ച ഞാൻ യാത്ര ചെയ്യും. ഞായറാഴ്ച വൈകിട്ട് തിരിച്ചെത്തും. അപ്പോൾ ഇങ്ങനെ പല ചുമതലകൾ, പള്ളിയുടെ ചുമതലയുണ്ട്, മീഡിയ, യൂത്ത്, അങ്ങനെ പല ചുമതലകളുണ്ട്. പിന്നെ മൺഡേ ടു ഫ്രൈഡേ ഇവിടെ അല്ലാതെ സാധാരണ ജോലിയുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഫാമിലി ആയിട്ട് ഇവിടെ താമസിക്കുന്നു. താങ്ക് യു. എന്നെ പിക്ക് ചെയ്യാൻ വന്നതിലും അച്ഛൻ ഇന്നലെ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു
എന്നാൽ നാളെ വരാം, പിക്ക് ചെയ്യാം, അങ്ങോട്ട് സ്റ്റേ ചെയ്യാന്നൊക്കെ പറഞ്ഞു. ഞാൻ അങ്ങനെ അക്സെപ്റ്റ് ചെയ്തു. താങ്ക് യു അച്ഛോ, താങ്ക് യു കേട്ടോ. ഒരു കുഴപ്പമില്ല. അച്ഛൻ എന്നെ ഞാൻ ചോദിച്ച വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടോന്ന്. അപ്പൊ അച്ഛൻ അങ്ങനെ എന്നെ അധികം പരിചയമില്ല അല്ലേ? ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട്, അങ്ങനെ 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 അറിയാവുള്ളൂ. പിന്നെ ഇപ്പൊ ഇന്നലെ നമ്മളെ ജിനു പറഞ്ഞപ്പോഴാണ് അത് നമ്മുടെ ആമസോണിന്റെ ഇത് കണ്ടു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പോകുന്നതിന് ഇവിടുത്തെ നഗര കാഴ്ചകൾ കുറച്ച് അച്ഛൻ എനിക്ക് കഥകളൊക്കെ പറഞ്ഞു തരുവാണ്. ഈ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ നമ്മുടെ മാർബിൾ ചർച്ചാണ്. ഫുള്ള് മാർബിൾ കൊണ്ട് പണിത ചർച്ച് ആയതുകൊണ്ടാണ് മാർബിൾ ചർച്ച് എന്ന് പറയുന്നത്. വലിയ ടൂറിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്, അല്ല ഒരു പള്ളിയാണ് ഈ കാണുന്നത്. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഗോപുരം കാണുമ്പോൾ തന്നെ നമ്മുടെ റഷ്യൻ ഓർത്തഡോക്സ് ഒരു ദേവാലയമാണ് ആ കഴിഞ്ഞ് കണ്ടത്. ഈ കാണുന്ന വഴികളിലൊക്കെ ധാരാളം എംബസികളൊക്കെ ഉണ്ട് കേട്ടോ. ഈ കാണുന്നത് നമ്മുടെ നേപ്പാളിൻ്റെ എംബസിയാണ്. നമ്മുടെ അയൽരാജ്യമായിട്ടുള്ള നമുക്ക് സുഖമായിട്ട് പോകാൻ പറ്റുന്ന രാജ്യത്തിൻ്റെ എംബസിയാണ് കേട്ടോ നേപ്പാളിൻ്റെ ഫ്ലാഗ്. അറിയാലോ നമ്മുടെ ലോജിസ്റ്റിക് കമ്പനി മാസ്ക് നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു കമ്പനിയാണ്, പ്രമുഖമായിട്ടുള്ള കമ്പനി. അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഈ കാണുന്നത്. കമ്പനിയുടെ ബ്രാൻഡ് പറയുമ്പോൾ മനസ്സിലായില്ലെങ്കിലും ചിലപ്പോൾ അതിൻ്റെ ലോഗോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ദോഹ കാണുന്നതാണ് ഇവരുടെ ലോഗോ. അച്ഛൻ്റെ വിലപ്പെട്ട സമയമൊക്കെ തന്ന് എനിക്ക് ടൂർ തരുവാണ് കേട്ടോ. താങ്ക് യു കേട്ടോ, താങ്ക് യു. ഇത് ഇവിടുത്തെ ഒരു ആംഗ്ലിക്കൻ ചർച്ചാണ്. അതായത് ആംഗ്ലിക്കൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, UK ബേസ്ഡ് ആയിട്ടുള്ള അവരുടെ ഒരു ചർച്ചാണ് ഇവിടെ. പിന്നെ ഈ കാണുന്നത് ഒരു ഫൗണ്ടൈൻ, പഴയ കാല എന്തോ ചരിത്രമാണെന്ന് തോന്നുന്നു അവിടെ ശിലകളായിട്ട് സൂചിപ്പിച്ച് വെച്ചിരിക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ള ഒരു ഫൗണ്ടൈൻ. നമ്മളിപ്പോൾ പോകുന്നത് ഇവിടെ തന്നെ കോപ്പൻഹേഗനിലെ, അല്ലെങ്കിൽ ഇവിടുത്തെ ഡാനിഷ് ചരിത്രത്തിൽ തന്നെ, അല്ലെങ്കിൽ ഇവിടുത്തെ ഡെൻമാർക്കിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റിക് അട്രാക്ഷൻ നമ്മുടെ മെർമെയ്ഡ്. നമ്മൾ പല പോസ്റ്റ് കാർഡുകളിലും നമ്മൾ ചിത്രങ്ങളിലൊക്കെ കാണുമായിരിക്കും. ആ മെർമെയ്ഡാണ് കേട്ടോ, അങ്ങ് ദൂരമായിട്ട്. അതല്ലേ ചോ? അതല്ല, കുറച്ച് പോകണം കേട്ടോ. ഈ കാണുന്ന ഭാഗത്തായിട്ട് നമ്മുടെ ഷോറിനോട് തീർന്ന റെസ്റ്റോറൻറ്റുകളാണ് ഈ കാണുന്നത്. അതിനടുത്തായിട്ട് തന്നെ അവിടെ ചെറിയ ചെറിയ ബോട്ടുകളിലായിട്ട് ഡേ ടൂർ കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അവിടെ ആയിട്ട് ഒരു നേവി മ്യൂസിയം ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ലോജിസ്റ്റിക് കമ്പനിയുടെ ഹെഡ് ക്വാർട്ടേഴ്സൊക്കെ അത് ഈ കാണുന്നതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ലോജിസ്റ്റിക് കമ്പനിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇവിടെ ആയിട്ടാണ് വരുന്നത്. നമ്മൾ നേരെ മെർമെയ്ഡിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത്. അച്ഛൻ പറഞ്ഞതാണ് നമ്മുടെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഉണ്ടല്ലോ നമ്മുടെ US നമ്മുടെ ന്യൂയോർക്കിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷനായിട്ടുള്ള ഒരു സ്റ്റാച്യു. അത് കഴിഞ്ഞാൽ ലോകത്തിൽ തന്നെ വൺ ഓഫ് ദ ആളുകൾ അട്രാക്ട് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ കൂടുതൽ ചിത്രങ്ങളൊക്കെ എടുത്തിട്ടുള്ള ഒരു വലിയൊരു പ്രധാനപ്പെട്ട ഒരു സ്റ്റാച്ചു ആണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഇത് അറിയാമെന്നുള്ളവർക്ക് അറിയായിരിക്കും, അറിയില്ലാത്തവർക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരാം. ആ കാണുന്ന സ്റ്റാച്ചു ആണ് കേട്ടോ, ഇതാണ് ലോകത്തിലെ വൺ ഓഫ് ദ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാച്ചു, നമ്മുടെ മെർമെയ്ഡ് സ്റ്റാച്ചു എന്നൊക്കെ പറയുന്നത്. കാണുമ്പോൾ വളരെ കുഞ്ഞു സ്റ്റാച്ചു, ബട്ട് ഡെൻമാർക്കിൽ വരുന്ന ആൾക്കാരൊന്നും ഇത് കാണാതെ പോകത്തുമില്ല കേട്ടോ. അതാണ് കാരണം. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുമ്പോൾ എന്താണ് അച്ചോ? അല്ല, ഇത് ഇവിടുത്തെ ഒരു പഴയ എഴുത്തുകാരൻ ഹാൻസ് ക്രിസ്റ്റ്യൻ ആൻഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളുടെ ഒരു കഥാപാത്രമാണിത്. അതായത് കടലിൽ നിന്ന് കരയിലേക്ക് കയറാൻ പറ്റാണ്ട് മനുഷ്യനെ നോക്കി ഒരു പാറയിലിരിക്കുന്ന ഒരു മത്സ്യകന്യക. ഓക്കെ. പക്ഷേ ഇതൊരു ഡെൻമാർക്കിന്റെ ഒരു മുഖമായിട്ടാണ്, ഒരു ലാൻഡ്മാർക്കായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇവിടെ വരുന്ന എല്ലാ ടൂറിസ്റ്റുകളും കറക്റ്റാണ് കണ്ടിട്ട് പോകും. ഇവിടെ എല്ലാവരും വരുന്നത് ഇവിടെ. പിന്നെ ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ, ഇതുപോലുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ എസ്പെഷ്യലി യൂറോപ്പിൽ ഏത് സ്ഥലത്ത് പോയാലും ടൂറിസ്റ്റുകളിൽ 50% ചൈനീസുകാരാണല്ലോ. അതുപോലെ നമുക്ക് ഇവിടെയും കാണാനായിട്ട് സാധിക്കും. ആ കാണുന്നതാണ് ഒരു വിഷമിച്ചിരിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ള മനുഷ്യരെ നോക്കി നിൽക്കുന്ന നമ്മുടെ ഒരു മെർമെയ്ഡ്. അതിൻ്റെ ഒരു ഇതാണ് കേട്ടോ. ഇതിനുവേണ്ടി ധാരാളം പേര് ഇവിടെ ചിത്രം എടുത്തുകൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ്. അടുത്ത നെക്സ്റ്റ് നമ്മുടെ സ്ഥലം അമലിയൻബർഗ് ആണ്. അമലിയൻബർഗ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒഫീഷ്യൽ, ഇവിടുത്തെ കിങ്ഡം, ഇവിടുത്തെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പദവിയിലിരിക്കുന്ന ഇവിടുത്തെ രാജ്യത്തലവൻ്റെ ഔദ്യോഗിക വസതിയാണ്. ഒരു റെസിഡൻസ് പ്ലസ് അവരുടെ ഒരു പാലസാണ് ഈ കാണുന്നത്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഈ ചുറ്റുമുള്ളത് പാലസാണ്. ഇവിടെ ഫ്ലാഗ് കണ്ടില്ലേ ഓൾറെഡി പറക്കുന്നുണ്ട്. ഫ്ലാഗ് ഓൾറെഡി അവർ കെട്ടിയിട്ടുണ്ട്. അതിനർത്ഥം ഇവിടെ രാജാവ് ഉണ്ടെന്നാണ്. ഇതുവരെയൊക്കെ ആയിട്ടും ഇതിൻ്റെ ഏറ്റവും വലിയ തലവനെന്ന് പറയുന്നത് രാജ്ഞിയായിരുന്നു. ബട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ ഇപ്പോൾ അവസാനമായിട്ടല്ലേ അശോ ലാസ്റ്റ് മകനിലേക്ക് ചുമതല കൊടുത്തു. മകനെ ഇപ്പൊ കിങ് ആണ് നിലവിൽ ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത്. പക്ഷെ എന്നിരുന്നാലും ഇവിടെ പ്രധാനമന്ത്രിയാണ്, ഡെൻമാർക്കിന് പ്രധാനമന്ത്രിയാണ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ മൊണാർക്കിയാണ് കേട്ടോ ഇവർ ഫോളോ ചെയ്ത് പോകുന്നത്. നമ്മുടെ അമലിയൻബർഗിന് തൊട്ടടുത്തായിട്ടാണ് ഞാൻ നേരത്തെ വണ്ടിയിൽ പെട്ടെന്ന് ഓട്ടിച്ചു പോയ ഒരു നമ്മുടെ മാർബിൾ ചർച്ച് എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ ദേവാലയം.
ഇത് ലൂതറൻ ചർച്ച് അല്ലേ? ഇത് ലൂതറൻ ചർച്ചാണ്. ഇവിടെ ഈ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ സ്കാൻഡിനേവിയയിലെ രാജ്യങ്ങളിലെല്ലാം ലൂതറൻ സഭയാണ് കേട്ടോ കൂടുതലായിട്ടുള്ളത്. ഇപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ ന്യൂ ഹാവൻ എന്ന് പറയുന്ന, നമ്മുടെ ഡെൻമാർക്ക് എന്ന് പറയുന്ന രാജ്യം കേൾക്കുമ്പോൾ തന്നെ പലർക്കും ഓർമ്മ വരുന്ന സ്ഥലങ്ങളാണ് കേട്ടോ ഈ കാണുന്നത്. നമ്മുടെ പോസ്റ്റ് കാർഡിലൊക്കെ കാണുന്ന പല വ്യത്യസ്തമായിട്ടുള്ള കളർ പെയിൻ്റ് അടിച്ചിട്ടുള്ള ബിൽഡിങ്, അതിനടുത്തായിട്ടുള്ള ഈ കാണുന്ന ഒരു ചെറിയൊരു റിവർ, അവിടെ കുറേ കിടക്കുന്ന കുറേ ചെറിയ ചെറിയ ബോട്ടുകളൊക്കെയാണ് കേട്ടോ. അതിന് തൊട്ടടുത്തായിട്ട് ഇവിടെ എല്ലാം നല്ല ആഡംബരമായിട്ടുള്ള ചെറിയ റെസ്റ്റോറൻറ്റുകളാണ്. അത്യാവശ്യം കോസ്റ്റ്ലിയാണ് കേട്ടോ ഇവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട്. നല്ല മനോഹരമായിട്ടുള്ള കുറേ ബിൽഡിങ്. ഇതെല്ലാം റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകളാണോ? അതെ, ഇത് ഭൂരിഭാഗം ഇവിടെ എല്ലാം അപ്പാർട്ട്മെന്റ്സ്, കൂടുതലും എയർബിഎൻബി അങ്ങനെയൊക്കെ. അല്ല, ആളുകൾ താമസിക്കുന്നുണ്ട്, ഹോട്ടലുകളുണ്ട്, ഉണ്ട്, മ്യൂസിയംസ്, കടകളുണ്ട്. ഇവിടെ ധാരാളം മ്യൂസിയംസ്, കുറേ അങ്ങനത്തെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഈ പല ബോട്ടുകളിലും ആളുകൾ താമസിക്കുന്ന ബോട്ടുകളുണ്ട്. ഓക്കെ, ഇവിടുന്ന് ഈ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ കാണാൻ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലം, നല്ല രസമുണ്ട്. ഇതൊരു ഫോട്ടോ പോയിന്റ് ആണ്. ഇവിടെ നിന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. ബെറ്റർ ഒരു ഓപ്ഷൻ കേട്ടോ. ഈ കാണുന്ന ഒരു സ്ഥലത്താണ് നല്ല ഫോട്ടോസ് ഇവിടെ വന്ന് നിൽക്കുന്നത് എടുക്കാനായിട്ട് സാധിക്കുന്നത്. ഓപ്പോസിറ്റ് ഇതുപോലെ തന്നെയാണ് ബിൽഡിങ്സൊക്കെ കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ ഫ്രഞ്ച് എംബസി. പിന്നെ ഈ കാണുന്നത് ഇവിടുത്തെ പ്രമുഖ മറ്റൊരു സ്ക്വയറാണ്. നമ്മുടെ ക്രിസ്മസ് സമയങ്ങളിലൊക്കെ ക്രിസ്മസ് മാർക്കറ്റൊക്കെ നടക്കുന്ന ഒരു ഏരിയ ആണ് ഈ കാണുന്നത്. എനിക്കൊന്ന് ഈവനിങ് ആയല്ലോ, ജോലിയൊക്കെ കഴിഞ്ഞ് പോകുന്ന തിരക്കൊക്കെ ഉണ്ട്. സൈക്കിളിൻ്റെ ഒരു കൂട്ടം നോക്കിയേ. സൈക്കിളിന് അവരുടേതായിട്ടുള്ള പാത്തും അവരുടേതായിട്ടുള്ള ഇതുണ്ട്. പിന്നെ സൈക്കിള് ചവിട്ടുന്ന ആൾക്കാർക്ക് എപ്പോഴും അതിൻ്റേതായിട്ടുള്ള ഒരു പ്രയോറിറ്റി ഉണ്ട് കേട്ടോ. നമ്മൾ ഇതിനിടയിൽ നടന്നൊരു കോഫിയൊക്കെ കുടിച്ച് വന്നപ്പം ഇവിടെ എനിക്ക് തോന്നുന്നു ഇവർ മാറിയതാണോ, ടൈം ഷെഡ്യൂൾ വെച്ച് മാറിയതാണോ എന്നറിയില്ല. ഇവർ കറക്റ്റ് ഒരു യൂണിഫോം രീതിയിൽ അവർ നടക്കുന്നുണ്ട് കേട്ടോ ഇവിടുത്തെ ഗാർഡ്സ്. അതെ, കാണുന്ന ബൈക്കുകൾ, അതായത് നമ്മളെ ഫ്രണ്ടിൽ കുട്ടികളൊക്കെ ഇരുത്തി പോകുന്ന, ഇതിനെ പറയുന്നത് ക്രിസ്ത്യാന ബൈക്ക് എന്നാണ് കേട്ടോ. ക്രിസ്ത്യാനിയ ബൈക്ക്. എന്താ, അതിനെന്തെങ്കിലും കാരണമുണ്ടോ ആ പേരിന്? ക്രിസ്ത്യാനിയ ബൈക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ കൊക്കനാന്റെ നിയർ ബൈ ആയിട്ട് കൊക്കനാന്റെ അകത്ത് തന്നെ ഒരു സ്ഥലമുണ്ട് ക്രിസ്ത്യാനിയ എന്ന് പറഞ്ഞിട്ട്. അവിടെ ബിൽഡ് ചെയ്യുന്ന ബൈക്കുകളാണ്, സൈക്കിളുകളാണ്. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നത്. ഇവിടെ കോപ്പൻഹാഗനിലെ പ്രധാനപ്പെട്ട ഇവരുടെ മെയിൻ ആയിട്ടുള്ള കോപ്പൻഹാഗൻ സീ എന്നൊക്കെ പറയുന്ന ഇവരുടെ സെൻട്രൽ സ്റ്റേഷൻ ഈ കാണുന്നതാണ്. ഇതാണ് കേട്ടോ, ഇവിടെ നിന്നാണ് നമ്മുടെ പ്രധാനപ്പെട്ട ട്രെയിൻ സ്റ്റേഷനാണ് ഈ കാണുന്നത്. പിന്നെ നമ്മുടെ യാത്രക്കിടയിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ വൈക്കിംഗ് ആളുകളുടെ അന്നത്തെ ഒരു സംസ്കാരവും അവരുടെ ഒരു സംഭവങ്ങളൊക്കെ പ്രദർശിപ്പിച്ചിട്ടുള്ള ഒരു മ്യൂസിയമാണ് കേട്ടോ. ആ മ്യൂസിയത്തിൽ അവർ പണ്ട് ഉപയോഗിച്ചിട്ടുള്ള ബോട്ടുകൾ, അതിൻ്റെ കുറച്ച് സംഭവങ്ങൾ, അതിൻ്റെ ഇതൊക്കെയാണ് കാണിക്കുന്നത്. ഈ അടുത്തായിട്ട് അന്ന് പണ്ട് വൈക്കിങ്സ് അവർ സാമ്രാജ്യം ഉണ്ടാക്കാനായിട്ട് ലോകമെമ്പാടും അടിമച്ചന്തയൊക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് പോകുമ്പോൾ അന്നത്തെ രീതിയിലുള്ള ബോട്ടിൻ്റെ ഒരു റെപ്ലിക്കയാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത് യൂസ് ചെയ്യാനായിട്ടാണ്. എനിക്കൊന്ന് അന്നത്തെ ടൈപ്പിലുള്ള ബോട്ടുകളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. ഒരു ഭയങ്കര ഒരു സംഭവമാണല്ലേ ഈ ബോട്ടിൽ ഇവർ ലോകത്ത് പോയി പിടിച്ചടക്കി എന്ന് പറയുമ്പം. യൂറോപ്പിന്റെ പല ഭാഗങ്ങളും അമേരിക്ക വരെ ഇവര് പോയി അമേരിക്ക കണ്ടുപിടിച്ചത് വൈക്കിങ്സ് ആണെന്നും പറയപ്പെടുന്നു അല്ലേ. കൊളംബസ് ആണ് കണ്ടുപിടിച്ചത്, പക്ഷെ അവരാണ് കണ്ടുപിടിച്ചതെന്നും പറയപ്പെടുന്നു. അങ്ങനെ ഒരു അവകാശവാദവും ഉണ്ട്. യൂറോപ്പിലെ പല ഭാഗത്തും UK-യുടെയും അയർലൻഡിന്റെ ഒക്കെ ചില ഭാഗങ്ങൾ പോലും ഒരു കാലത്ത് വൈക്കിങ്സ് കീഴടക്കിയിരുന്നു ചരിത്രമുണ്ടല്ലോ. ലണ്ടനിലൊക്കെ എന്ന് പറയുമ്പം വൈക്കിങ്സിന്റെ വലിയ അടിമച്ചന്തം ഉണ്ടായിരുന്നു കേട്ടോ. അതായത് സ്കാൻഡിനേവിയൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ ഒരു കാലത്ത് ചെറ്റ ആളുകളായിരുന്നു കേട്ടോ. ചെറ്റ ആളുകളായിരുന്നു ലോകത്ത് പല കാര്യത്തിൽ പല അഴുക്ക കാര്യങ്ങൾ ചെയ്ത ആളുകളുടെ ഒരു ജനസമൂഹമാണ് കേട്ടോ ഇവിടെ ഇപ്പം നല്ല രീതിയിൽ ജീവിക്കുന്നത്. മറ്റു രാജ്യത്തൊക്കെ പോയിട്ട് അവിടെ നടന്ന് അവിടെ എല്ലാം ലൂട്ട് ചെയ്ത് ഇവിടെ വന്ന് അവർ മറ്റൊരു രീതിയിൽ ജീവിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ കാണുന്നതാണ് കേട്ടോ ആ ഒരു പായ്ക്കപ്പൽ. ഇതൊക്കെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ളത് അല്ലേ? ടൂറിസ്റ്റുകൾക്കല്ലേ ഇത്? അല്ല, ഇതൊക്കെ എല്ലാം ക്ലബ്ബുകളുടെ ഭാഗമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. പക്ഷെ ഡേ ടൈമിൽ നമുക്ക് ട്രിപ്പുകളുണ്ട് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി, നമുക്ക് തുഴഞ്ഞുകൊണ്ട് പോകാം. നല്ല രസമുണ്ട് കേട്ടോ പായ്വഞ്ചികള്, നല്ല മനോഹരമായിട്ടുള്ള പായ്വഞ്ചികള് ആ ഭാഗത്ത്. പിന്നെ മോഡേൺ യോട്ടുകളൊക്കെ കാണാം.
ഇവരുടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവരുടെ രക്തത്തിൽ ഉള്ള ഇവരുടെ കൾച്ചറിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് കേട്ടോ ഈ കാണുന്ന സെയിലിങ് അല്ലെങ്കിൽ ബോട്ടിൽ പോകുന്ന പരിപാടിയൊക്കെ. പിന്നെ ഇവർക്ക് മീൻപിടുത്തക്കാരൊക്കെ ആയിരുന്നല്ലോ ഈ സ്കാൻഡിനേവിയൻ രാജ്യത്തിലുള്ള ആളുകൾ. ഈ നോർവേ ഒക്കെ റിച്ച് ആയത് ഒരു സമയത്ത് അവർക്ക് ഓയിലിൻ്റെ കണ്ടെത്തലൊക്കെ ശേഷമാണ് കേട്ടോ അവർ പിന്നെ കൂടുതൽ വളർന്നതെല്ലാം. കുറച്ച് പേര് വാദ്യോപകരണങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെന്ന് തോന്നുന്നു. ഇവരുടെ ബോട്ട് യാർഡെന്നൊക്കെ പറയൂലേ, ഇവിടെ ബോട്ടൊക്കെ ഉണ്ടാക്കുന്ന അവരുടെ ഒരു യാർഡാണ് കേട്ടോ. അതുണ്ടാക്കുന്ന രീതിയൊക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഞാൻ ഇതുവരെയായിട്ടും കേട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ അറിഞ്ഞുകൂടാത്ത ഒരു പ്രോസസ്സ്. അതായത് മരം മുറിച്ചിട്ട് ഓരോത്തിനും ഓരോ രീതിയിൽ പാകപ്പെടുത്തണ്ടേ. അപ്പം എനിക്കൊന്ന് എന്തോ ഫോം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു പാകമാവാൻ വേണ്ടിയാണ് അവർ വെള്ളം നനയ്ക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം അവർ നനച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ തടിയിൽ. എനിക്കൊന്ന് വെള്ളം നനയ്ക്കുമ്പോഴായിരിക്കും അതിൻ്റെ രീതിയിൽ പാകമാകുന്നത്. അത് വെച്ചിട്ടായിരിക്കും ബാക്കി പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കൊള്ളാം. ഇവിടെ പഴയ അന്നത്തെ രീതിയിലുള്ള ബോട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു ബോട്ട് യാർഡാണ് കേട്ടോ. എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു ചൈനീസ് ഭക്ഷണശാലയിലോട്ട് വന്നതാണ് കേട്ടോ. റെസ്റ്റോറൻറ്റിൽ നമ്മുടെ ബഫേ സിസ്റ്റം നാളായി കുറച്ച് ചൈനീസ് ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് ഇവിടെ നമ്മൾ കുറച്ച് ഗ്രില്ല് ചെയ്യാനായിട്ട് ഓൾറെഡി കൊടുത്തായിരുന്നു. അപ്പം നമ്മൾ കൊടുത്ത ക്ലിപ്പ് അനുസരിച്ചിട്ട് ഓൾറെഡി വരും. നമുക്ക് ഏതോ മാറി വന്നു അല്ലേ? അയ്യോ, അത് ഓൾറെഡി മാറിപ്പോയി. ഞാൻ നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് കുറച്ച് ബൊഫയിലുള്ള കുറച്ച് ഐറ്റംസ് കാണിച്ചു തരാം. ഒരു സിമിലർ ടു ഹോട്ട് പോട്ട് തന്നെയാണ്. ബട്ട് ഹോട്ട് പോട്ടിൽ നമ്മൾ പൊതുവേ നമുക്ക് തന്നെ കുക്ക് ചെയ്യാമെന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ആ ഒരു സംഭവം ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ പലതരത്തിലുള്ള ഐറ്റംസ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. എനിക്ക് നല്ല വിശപ്പുണ്ട്. ഞാനിനി പോയിട്ട് തൽക്കാലം കഴിക്കട്ടെ, നല്ല വിശപ്പുണ്ട്. ഇവിടെ നമ്മുടെ സൂഷി, പലതരത്തിലുള്ള സൂഷീസ് ഉണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ റോബോട്ട്. അത്യാവശ്യം നല്ല വലിയ റെസ്റ്റോറൻറ്റ്, ധാരാളം തിരക്കുണ്ട് കേട്ടോ. ആളുകൾ വരുന്ന നല്ല ഭക്ഷണമാണ്, ധാരാളം വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണങ്ങളും ഉണ്ട്. ഇവിടെ ആകർഷിച്ചത് ഒന്നുമല്ല കേട്ടോ, നമ്മുടെ ചക്കയില്ലേ, നമ്മുടെ ജാക്ക് ഫ്രൂട്ട്, യാക്ക എന്നൊക്കെ സ്പാനിഷിൽ പറയുന്ന നമ്മുടെ സ്വന്തം ചക്കയാണ് കേട്ടോ. കണ്ടിട്ട് വഴിക്കെന്ന് തോന്നുന്നു. നമ്മളിത് ബൊഫേ സിസ്റ്റമാണ് കേട്ടോ. 258 per person എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ കോള എല്ലാം കൂടെ ആയപ്പം 626 ഇവിടുത്തെ സ്വീഡിഷ് ക്രോണയാണ്, ഡാനിഷ് ക്രോണയാണ്. നമ്മുടെ നാട്ടിലെ ഒരു 7000 രൂപ. അയ്യോ, കഴിച്ച് വയറ് പറഞ്ഞു. നമ്മൾ കുറേ നേരം അതിൻ്റെ അകത്ത് ഇരുന്ന് കേട്ടോ. പിന്നെ ഈ നമ്മുടെ നോർഡിക് കൺട്രീസ്, ഈ 4-5 രാജ്യങ്ങളല്ലേ, ഇതിൽ ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു രാജ്യം ഡെൻമാർക്കാണ് കേട്ടോ. ഡെൻമാർക്കിലാണ് അത്യാവശ്യം ഹൗസിംഗ് ആയാലും പിന്നെ ബാക്കി കാര്യങ്ങളായാലും ഫുഡിനായാലും ബാക്കി എല്ലാത്തിനും കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു രാജ്യം ഡെൻമാർക്ക് തന്നെയാണ്. നോർവേ എക്സ്പെൻസീവ് ആണ്. ബട്ട് അച്ഛൻ പറഞ്ഞത് ഇപ്പോൾ കുറച്ച് ആളായിട്ട് നോർവേ കുറച്ച് എക്സ്പെൻസീവ് കുറവാണ്. ഏറ്റവും കൂടി നിൽക്കുന്നത് ഡെൻമാർക്ക് തന്നെയാണെന്നാണ്. അങ്ങനെ അവസാനം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവസാനം ഒരു ടെസ്റ്റ് ഉണ്ടായി. എനിക്ക് വേണ്ടി അച്ഛൻ ഒരു ഹോട്ടലൊക്കെ ബുക്ക് ചെയ്ത കേട്ടോ. ഞാനങ്ങനെ ഹോട്ടലിൽ നിൽക്കാറില്ലല്ലോ. അപ്പോൾ അച്ഛൻ എന്നെ സർപ്രൈസ് ആയിട്ട് ഒരു ഹോട്ടലൊക്കെ ബുക്ക് ചെയ്തപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അയ്യോ വേണ്ടായിരുന്നു. എനിക്ക് അതാണ്ട് സ്പെഷ്യലായിട്ട് എനിക്ക് ഉദ്യാനം കാണാനൊക്കെ അച്ഛൻ ബുക്ക് ചെയ്ത സ്ഥലം. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു പാലസ് ഉണ്ട് കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാലസാണ്. ആ പാലസിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഈ കാണുന്ന ഒരു ഹോട്ടൽ എനിക്ക് വേണ്ടി ബുക്ക് ചെയ്ത കേട്ടോ. പാവം കേട്ടോ പുള്ളി. പക്ഷേ പൊതുവെ എല്ലാവർക്കും ഹോട്ടലിൽ ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ നല്ലൊരു കാര്യമല്ലേ. ആ ഒരു നല്ലൊരു സ്നേഹത്തിൽ എനിക്ക് ചെയ്തു തന്നതാണ് കേട്ടോ. പക്ഷേ എനിക്കിങ്ങനെ ഹോട്ടലിൽ നിൽക്കുന്നത് ഇഷ്ടമല്ല. എന്നെ അറിയുന്നുള്ളവർക്ക് അറിയാം, ഞാൻ അവിടെ തന്നെ നിൽക്കാമായിരുന്നു. അപ്പോൾ ഹോട്ടൽ സ്റ്റോർ ഗ്രോ ഇതാണ് കേട്ടോ നമ്മുടെ ഹോട്ടൽ. അത്യാവശ്യം നല്ല ഒരു ഹോട്ടൽ കേട്ടോ. ഇവിടുത്തെ ഓൾറെഡി ചെക്കിൻ ഇങ്ങനെയാണ് കേട്ടോ. മഹിൻ അവർ ഓൾറെഡി നമുക്ക് ഒരു ഇൻസ്ട്രക്ഷനും ഇതൊക്കെ തന്നിട്ടുണ്ട്. ഇവിടുത്തെ ചെക്കിൻ ഇങ്ങനെയാണല്ലോ. എന്താ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചെക്കിൻ? എന്താ കോട്ടേജ് ആണോ? അവർ ഈ കാണുന്നതാണ് നമ്മുടെ റൂമെന്ന് പറഞ്ഞാൽ കേട്ടോ. കറക്റ്റ് ഇതിൻ്റെ ഓപ്പോസിറ്റാണ്. ഇവിടെ ഡയറക്ഷൻ ഉണ്ട്. ഇതാണ് കേട്ടോ റൂം നമ്പർ. കുറേ ഈ കാണുന്നതാണ് കേട്ടോ അവരുടെ തന്നെ ഹോട്ടലാണ്.
ഇതാ ഈ കാണുന്നത് ഇവരുടെ വേറൊരു സെക്ഷനാണ്. ഈ കാണുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇവർക്ക് വേറൊരു ബിൽഡിംഗ് ഉണ്ട്. അവിടെയാണ് കേട്ടോ ഒരു ഒഴിഞ്ഞു മാറിയ ഒരു ബിൽഡിങ്. അതുകൊണ്ട് ഇങ്ങനെയാണ് അത്. എനിക്കൊന്ന് ചെക്കൗട്ട് ടൈം കഴിഞ്ഞുകൊണ്ട് ചെക്കിൻ ടൈം കഴിഞ്ഞുകൊണ്ട് ഓൾറെഡി അവർ നമുക്ക് കീയും കാര്യങ്ങളും ഇൻസ്ട്രക്ഷനൊക്കെ ആയിട്ട് ഇങ്ങനെയാണ് തന്നെ. കയറി നോക്കാം. ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കീ ആണല്ലോ. സ്റ്റോക്രോ ഇതാണ് കേട്ടോ കീ. നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഇവിടെ റൂംസ് 2012 എനിക്ക് മുകളിലോട്ടാണ്. 221, 223, 224, 225. ഇത് ഭയങ്കര ആഡംബര റൂമായിപ്പോയല്ലോ. 226, 227. ഇതാണ് കേട്ടോ നമ്മുടെ റൂം. ഇവിടെ ഇതാക്കിയിട്ട് നോക്കാം. തുറക്കാനൊന്നും പറ്റല്ലേ. അങ്ങനെ നമ്മുടെ റൂം തുറന്നു. ഇതാണ് കേട്ടോ നമ്മുടെ റൂം. വാവ്, അടിപൊളി റൂം കേട്ടോ. അടിപൊളി, നല്ല ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കോസി അനുഭവം തരുന്ന റൂം. ഇവിടെ നിന്ന് നമുക്ക് പാലസ് ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ്. നല്ല രസമുള്ള റൂം. നല്ല രസമുണ്ട് കേട്ടോ. നല്ല കോസി ഒരു എൻവയോൺമെൻറ്റ്. പിന്നെ ഇവിടെ നമ്മുടെ വാഷ്റൂം കണ്ടോ. യാത്രകളും ഭംഗിയായിട്ട് നടക്കട്ടെ. താങ്ക് യു. ഒരുപാട് സന്തോഷം കാണാൻ പറ്റും. താങ്ക് യു കേട്ടോ. താങ്ക്സ് എ ലോട്ട്. വീണ്ടും കാണാം. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. കീപ് ഇൻ ടച്ച്. ഇവിടെ വൈഫൈയുടെ പാസ്വേഡ് ഇതിലാണ് കേട്ടോ കിടക്കുന്നത്. ഇത് എനിക്ക് അവിടെ നോക്കിയിട്ട് ഇത് ഫുൾ അടിച്ചിട്ട് കിട്ടുന്നില്ല. ലാസ്റ്റ് പുറത്ത് വരേണ്ടി വന്നു. ഞാൻ എന്താ പറയുക, ഒരു ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് വന്ന് പെട്ടുപോലെ ആയിപ്പോയി കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഞാൻ എന്തായാലും നാളെ അവിടെ പോവും. ഞാൻ ഇന്ന് എന്തായാലും പോകുന്നില്ല. കൊട്ടാരത്തിൽ നാളെ വരാമെന്നാണ് ഇരുന്നത്. പക്ഷെ ഇന്ന് കൊട്ടാരത്തിൽ പരേഡ് നടക്കുവാണ്. അയ്യോ, ഞാൻ അവിടെ നിന്ന് ഓടി കേട്ടോ. ഓടി കയറി വന്നേ. പരേഡ് നടക്കുക. എനിക്കൊന്ന് കൊട്ടാരത്തിൽ നിന്ന് ആരോ വരുന്നുണ്ട്. ഈ കാണുന്നത് കൊട്ടാരത്തിൽ നിന്ന് വരുന്നതാണെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് നേരത്തെ കുറച്ച് പേര് മാർച്ച് ചെയ്ത് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഈ കാണുന്നതെല്ലാം കൊട്ടാരത്തിൻ്റെ ഭാഗമാണ്. ഞാൻ നാളെ രാവിലെ വന്ന് പറ്റുമെങ്കിൽ ഒന്നുകൂടെ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് ബാക്കി കാഴ്ചകളായിട്ട് കാണിച്ചു തരാം. Sløj. Høj. Patrulje. Mar. അവിടെ പരേഡ് കഴിഞ്ഞു എന്ന് തോന്നുന്നു. അവരകത്ത് കയറിപ്പോയി. പാലസിൻ്റെ രാത്രി സമയത്തുള്ള അവരുടെ കഥവും അടച്ചിട്ടുണ്ട്. അപ്പോൾ അവസാനം ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഒരു മലയാളി വന്നു. അദ്ദേഹത്തുമായിട്ട് സംസാരിച്ച് കുറേ നേരം ഇരുന്നു. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ചേട്ടനായിരുന്നു കേട്ടോ. ചേട്ടൻ്റെ അടുത്ത് കുറേ നേരം സംസാരിച്ചിരുന്നു. അങ്ങനെ ചേട്ടൻ വന്നു പോയി. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നാളെ എനിക്കൊരു ലോങ് യാത്ര ഉണ്ട്. രാവിലെ എണീക്കണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, ഒന്നും നിങ്ങൾക്ക് ആ കാസ്റ്റിൽ കൊണ്ട് കാണിക്കണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് 10-60 കിലോമീറ്റർ സഞ്ചരിച്ചത് തലസ്ഥാന നഗരമായിട്ടുള്ള കോപ്പൻഹേഗനിൽ പോകണം. അവിടെ നിന്ന് പിന്നെ 13 മണിക്കൂറുള്ള ബസ് എടുത്തിട്ട് ജർമ്മനിയിലോട്ട് പോകണം. അപ്പോൾ ജർമ്മനി എൻ്റെ 116ാമത്തെ രാജ്യമല്ല. ജർമ്മനിയിൽ ഞാൻ 3-4 തവണ പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, നന്ദി, നമസ്കാരം.